അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ 10ാം പാഠം ദിക്റുൽ മൗത്തി വമാ ബഅദഹു എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാഠവും അർത്ഥവും തദ്രീബാത്തും സ്ക്രീനിൽ നോക്കി തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുപോലെ 1 മുതൽ 9 വരെയുള്ള പാഠങ്ങളുടെ വീഡിയോ നിർമ്മിച്ച് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. വലൈസ ഫിൽ ആലമി ലോകത്തില്ല അഹദുൻ ഒരാളും യശുക്കു ഫിൽ മൗത്തി മരണത്തിൽ സംശയിക്കുന്ന ഒരാളും ലോകത്തില്ല. വൽ മൗത്തു മരണം എന്നത് ബാബുൻ അതൊരു വാതിലാണ്. കുല്ലുന്നാസി എല്ലാ ജനങ്ങളും ദാഖിലു ആ വാതിലിലൂടെ പ്രവേശിക്കും. അതായത് മരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമില്ല. മരണം എന്നുള്ളതൊരു വാതിലാണ്. ആ വാതിലിനുള്ളിൽ എല്ലാവരും പ്രവേശിക്കും, എല്ലാവർക്കും മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെ വവാജിബുൻ ഈമാനുനാ ബിൽ മൗത്തി മരണം കൊണ്ട് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. വയഖബിൽ റൂഹ ആത്മാവിനെ പിടിക്കും. ആര്? റസൂലുൽ മൗത്തി മരണദൂതൻ. അതായത് അസ്രായിൽ വന്ന് എന്ത് ചെയ്യും? റൂഹിനെ. വദിഖ്റുൽ മൗത്തി മരണത്തെ ഓർക്കുക എന്നത് യുസഹിദുനാ നമ്മെ പരിത്യാഗിയാക്കും. അതായത് വിരക്തി ഉണ്ടാക്കും. ദുനിയാവിലുള്ള സുഖങ്ങൾ, ആഡംബരങ്ങൾ ഇതിനോടൊക്കെ താല്പര്യമില്ലാത്തതാക്കും. വയറഗിബുനാ ഫിൽ ആഖിറ എന്നാൽ പരലോകത്തെ നമ്മളെ മോഹിപ്പിക്കും. പരലോകത്തോട് നമുക്ക് താല്പര്യമുള്ളതാക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലിദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അക്സിറു നിങ്ങൾ അധികരിപ്പിക്കുക, മിൻ ദിക്രി ഓർക്കുന്നത്. എന്ത്? ഹാദിബിൽ ലസ്സാത്ത് എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്നവനെ. അതായത് അൽ മൗത്ത മരണത്തെ എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. ഇനി വബഅദൽ മൗത്തി മരണത്തിന് ശേഷം ഹയാത്തുൻ ജീവിതമുണ്ട്. വഹിയ ആ ജീവിതം ഏതാ? ഹയാത്തുൽ ആഖിറത് പരലോക ജീവിതമാണ്. ലാ യമൂതു ഫിഹ അവിടെ എന്തില്ല? മരണമില്ല. വയസ്അമു വാദിക്കുന്നു ഖൗമുൻ ഒരു വിഭാഗം, അന്നൽ മൗത്ത് തീർച്ചയായും മരണം എന്നുള്ളത് അദമു മഹ്ലുൻ പൂർണ്ണമായ ശൂന്യതയാണ്, എല്ലാം നശിക്കലാണ്. അതായത് സുമലാ ഹഷറ പിന്നെന്തില്ല? ഒരുമിച്ച് കൂട്ടലില്ല. അതായത് മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു. ഇനി ഒരു മഹ്ഷറ ഇല്ല, വലാ നഷ്റ പുനർജീവിതമില്ല, വലാ സവാബ പ്രതിഫലമില്ല, വലാ ഇഖാബ ശിക്ഷയില്ല. ആരുടെ വാദമാണിത്? ഹാദാ റഅയിൽ മുൽഹിദീൻ ഇത് മതനിഷേധികളുടെ വാദമാണ്. അതായത് നിരീശ്വരവാദികൾ, മതനിഷേധികൾ അവർ പറയുന്നത് മരണം എന്നുള്ളത് പൂർണ്ണമായ ശൂന്യതയാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി മഹ്ശറയില്ല, പുനർജീവിതമില്ല, നരകമില്ല, സ്വർഗമില്ല എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ വാദമാണ്. എന്നാൽ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, ഖാല അല്ലാഹു തആല പറഞ്ഞു, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വിശ്വസിച്ച ആളുകളെയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും നാം ആക്കുമോ കൽ മുഫ്സിദീന തെമ്മാടികളെ പോലെ, അല്ലെങ്കിൽ കൽ മുഫ്സിദീന ഫിൽ അർദ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അതല്ലെങ്കിൽ നജ്അലുൽ മുത്തഖീന ഭയഭക്തിയുള്ളവരെ, സൂക്ഷ്മതയുള്ളവരെ നാം ആക്കുമോ കൽ ഫുജ്ജാർ തെമ്മാടികളെ പോലെ, ദുർവൃത്തരെ പോലെ നാം ആക്കുമോ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. മരണം എന്നുള്ളത് എന്താണ്? വൽ മൗത്ത് മരണം എന്നത് ഫിൽ ഹഖീഖത്തി യഥാർത്ഥത്തിൽ തഗയ്യുറു ഹാലിൻ ഫഖത്ത് ഒരു അവസ്ഥ മാറുക എന്നത് മാത്രമാണ്. വറൂഹു ബാഖിയത്തുൻ ആത്മാവ് ബാക്കിയാകുന്നുണ്ട്. വറൂഹു ബാഖിയത്തുൻ ആത്മാവ് അവശേഷിക്കുന്നുണ്ട്. ബഅദ മുഫാറഖത്തിൽ ജസദ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയാകുന്നുണ്ട്. ഇമ്മാ മുഅദ്ദിബത്തുൻ അതൊന്നല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടതായ അവസ്ഥയിൽ, വ ഇമ്മാ മുനഅമത്തുൻ അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെട്ടതായ അവസ്ഥയിലായിരിക്കും. ഒന്നല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിലോ പ്രതിഫലം നൽകപ്പെടും. ആ നിലയിൽ
ആത്മാവ് അവശേഷിക്കുന്നുണ്ട്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അൽ ഖബറു, ഖബർ എന്നത് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോട്ടമായേക്കാം. ഔ അല്ലെങ്കിൽ ഹുഫ്റത്തു മിൻ ഹുഫ്രിൻ നീറാൻ, നരക കുഴിയിലെ ഒരു കുഴി ആകും. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അന്നാറു യുഅറളൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, നരകം രാവിലെയും വൈകുന്നേരവും അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമുസ്സാഅതു, ലോക അവസാന ദിവസം അന്ത്യനാളിൽ മലക്കുകളോട് കൽപ്പിക്കപ്പെടും, അദ്ഖിലു ആല ഫിർഔന, ഫിർഔനിന്റെ അനുയായികളെ പ്രവേശിപ്പിക്കുക, അശദ്ദൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് അവരെ തള്ളിയിടുക എന്ന് ഖിയാമത്ത് നാൾ ദിനം മലക്കുകളോട് കൽപ്പിക്കും. വഹാദൽ അർളു, ഈ പ്രദർശനം, അതായത് രാവിലെയും വൈകുന്നേരവും നരകം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ, ഇതെപ്പോഴാണ്? അത് ഹുവ ബഅദൽ മൗത്തി, മരണത്തിന് ശേഷമാണ്. എന്നാലോ വഖബല യൗമിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിന് മുമ്പുമാണ്. അപ്പൊ ഇതെന്താ? ഇത് എവിടെ കിടക്കുമ്പോഴായിരിക്കും? ഖബറിൽ കിടക്കുമ്പോഴായിരിക്കും ഈ ശിക്ഷ. അതെന്താണ്? വദാലിക യദുല്ലു അലാ സുബൂതി അദാബിൽ ഖബരി, ഖബർ ശിക്ഷ സ്ഥിരപ്പെട്ടതാണ്, ഇതിന്റെ തെളിവും കൂടിയാണ്. എന്ത്? ഈ പറഞ്ഞ ഈ ഒരു ആയത്ത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്ത് പഠിക്കാം. നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. അൽ മൗതു ഫിൽ ഹഖീഖത്തി മാ ഹുവ, മരണം എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അൽ മൗതു, മരണം എന്നുള്ളത്, ഫിൽ ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ, തഗയ്യുറു ഹാലിൻ ഫഖത്ത്, അവസ്ഥ മാറുക എന്നത് മാത്രമാണ്. വറൂഹു ബാഖിയത്തുൻ, ആത്മാവ് അവശേഷിക്കുന്നുണ്ട്, ബഅദ മുഫാറഖത്തിൽ ജസദി, ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം. അടുത്ത ചോദ്യം, അദ്ദലീലു അലാ ഇസ്ബാത്തി അദാബിൽ ഖബർ, ഖബർ ശിക്ഷ സ്ഥിരപ്പെട്ടതാണ് എന്നതിന്റെ തെളിവെന്താണ്? ആയത്താണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അന്നാറു യുഅറളൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, നരകം രാവിലെയും വൈകുന്നേരവും അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമുസ്സാഅതു, അന്ത്യനാളിൽ മലക്കുകളോട് കൽപ്പിക്കപ്പെടും, അദ്ഖിലു ആല ഫിർഔന, ഫിർഔനിന്റെ അനുയായികളെ പ്രവേശിപ്പിക്കുക, അശദ്ദൽ അദാബ്, കഠിനമായ ശിക്ഷയിൽ. ഇനി അടുത്ത ചോദ്യം, ഹാദിമിൽ ലദ്ദാത്തി മാ ഹുവ, എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്നവൻ എന്താണ്? എല്ലാ രസങ്ങളെയും ഇല്ലാതാക്കുന്നത് എന്താണ്? അൽ മൗത്ത്, അത് മരണമാണ്. മയഖ്ബിലു റൂഹ, ആരാണ് ആത്മാവിനെ പിടിക്കുന്നത്? വയഖ്ബിലു റൂഹ റസൂലുൽ മൗത്ത്, മരണദൂതനാണ് ആത്മാവിനെ പിടിക്കുന്നത്. നഖ്താറു സ്വഹീഹ മിൻ ബൈനിൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതിനെ നമുക്ക് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇതാണ് ബ്രാക്കറ്റിലുള്ളത്. ഇത് ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്ന. ഹശ്ർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിൽപ്പെട്ട ഒരു പൂന്തോട്ടം. എന്താണ് ചോദ്യം? അൽ മൗത്ത്, മരണം എന്നുള്ളത് എന്താണ്? ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അടുത്തത് ബ്രാക്കറ്റില് അൽ മൗത്തും മരണം, റസൂലുൽ മൗത്ത് മരണദൂതൻ, നഷ്റുൻ പുനർജീവിതം. ഇതാണ് ബ്രാക്കറ്റിലുള്ളത്. ചോദ്യം എന്താണ്? ഖാബിൽ റൂഹി, ആത്മാവിനെ പിടിക്കുന്നവൻ ആരാണ്? റസൂലുൽ മൗത്ത് മരണദൂതനാണ്, അസ്രായിലാണ്. അടുത്തത് ബ്രാക്കറ്റ് ഉള്ളത് മുഫാറഖത്തു റൂഹി, ആത്മാവ് വേർപിരിയുക. ഹയാത്തു ദുനിയ, ദുനിയാവിലെ ജീവിതം. ഹയാത്തുൽ ആഖിറ, പരലോക ജീവിതം. ഇതാണ് ബ്രാക്കറ്റ് ഉള്ളത്. ചോദ്യം, ബഅദൽ മൗത്തി, മരണത്തിന് ശേഷം, ഹയാത്തുൽ ആഖിറ, പരലോക ജീവിതമാണ്. നക്തുബുൽ മഅന, നമുക്ക് അർത്ഥം എഴുതാം. ഇവയുടെ അർത്ഥങ്ങളാണ് എഴുതാനുള്ളത്. ഹാദിമുൻ, മുറിച്ചു കളയുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന, നശിപ്പിക്കുന്ന എന്നൊക്കെ. അധമുൻ, ഇല്ലായ്മ. ഫുജാറുൻ, തെമ്മാടി അല്ലെങ്കിൽ ദുർമാർഗി. മഹ്ലുൻ, തികഞ്ഞ, പൂർണ്ണമായത് എന്നൊക്കെ. റൗളത്തുൻ, പൂന്തോട്ടം.
ഹുഫ്രത്തുൻ കുഴി, അർളുൻ പ്രദർശനം, അശദ്ദു ഏറ്റവും കഠിനമായ, ഗുദുവുൻ പകൽ.